ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കോഴിക്കോടുണ്ടായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ എല്ലാവരും നമ്മൾ അറക്കപ്പൊടിയാണ് കോഴിക്കൂട്ടിൽ വിതറാറുള്ളത്. പക്ഷേ നമ്മൾ ചിന്തേര് പൊടിയാണ് വിതറുന്നത്. അപ്പം ചിന്തേര് പൊടി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചിന്തേര് പൊടി നമുക്ക് കുറച്ച് റേറ്റ് കുറവാണ് ചിന്തേര് പൊടിക്ക്. അറക്കപ്പൊടിക്ക് നമുക്ക് ചാക്കിന് 60 രൂപ 70 രൂപ മേടിക്കുമ്പോൾ ചിന്തേര് പൊടിക്ക് അതിൻ്റെ നേർപകുതി 30 രൂപയെ നമ്മൾ അതിന് മേടിക്കാറുള്ളൂ. ചിന്തേര് പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ചിന്തേര് പൊടി. അറക്കപ്പൊടി നമ്മൾ തടി അറക്കുന്ന സമയത്ത് നമുക്ക് ലഭ്യമാകുന്നതാണ് അറക്കപ്പൊടി. നമുക്ക് ഈ ചിന്തേര് പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിന്തേര് പൊടി കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്, അതുപോലെ നീളം ഉണ്ടാവും. അതിന് ഇച്ചിരി ഓരോ പീസായിട്ടായിരിക്കും, ചെറിയ പീസുകൾ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം നമുക്ക് ഉണങ്ങാനുള്ള ഒരു സമയം കിട്ടണം. ഇത് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഒരു റൂമിൻ്റെ അത് ശേഖരിച്ച് അല്ലെങ്കിൽ നിരത്തിയിട്ടിട്ട് വേണം നമ്മൾ കോഴിക്കിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ജലാംശവും ഈ കോഴി കാഷ്ടം കൂടെ വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ BV380 കോഴികളുടെ ഒരു കൂട്ടിലിട്ടിരിക്കുന്നതായത്. ഇത് പുതിയതായിട്ട് നമ്മൾ ഇട്ടതാണ്. മുട്ടയൊക്കെ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ 9 കോഴികളുണ്ട് നമുക്ക്. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കോഴികളും ഏകദേശം മുട്ട ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ മുട്ട ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് റെഗുലറായിട്ട് ഒരേ സെയിം തീറ്റ തന്നെ കൊടുത്താൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് മുട്ട തരത്തുള്ളൂ. ഇത് നമ്മൾ ചിന്തേര് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു 2 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രോഡക്റ്റാണ്. അതായത് കോഴിക്കാഷ്ടവുമായിട്ട് മിക്സായിട്ട് ഇത് പൊടിഞ്ഞ് നല്ല പൊടി പോലെ, നല്ല പ്രശ്നം പോലെ പൊടിഞ്ഞ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടും. അപ്പം ഈ ചിന്തേര് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറക്കപ്പൊടി ഇടുമ്പോൾ നമ്മൾ കോഴി പറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അലർജറ്റിക് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഈ വലിയ ഫാം അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരോടല്ല പറയുന്നത്, ചെറിയ രീതിയിൽ ചെയ്യുന്നവരോടാണ്. നമ്മളൊക്കെ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. നാടൻ കോഴിയെ വളർത്തുന്ന നമ്മൾ ചെറിയ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചിന്തേര് പൊടിയാണെങ്കിൽ നമുക്ക് അലർജറ്റിക് പ്രോബ്ലം ഉണ്ടാകാതെ ഇരിക്കും. ഇത് പൊടിഞ്ഞ് വരുന്ന നമുക്ക് താമസം എടുക്കും. ആ പൊടിഞ്ഞ് ഏകദേശം തീരാറാകുമ്പോൾ നമ്മൾ വാരി ചാക്കിൻ്റെ അകത്താക്കി നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ അറക്കപ്പൊടിക്കും ഈ ചിന്തേര് പൊടിക്കും അങ്ങനെ ചെറിയ ഗുണങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇതിപ്പം പൊടിഞ്ഞ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇടയ്ക്ക് നമ്മളൊരു 2-2.5 ആഴ്ച കൂടുമ്പോൾ അതിൻ്റെ അകത്ത് കുമ്മായം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിടാറുണ്ട്. ഇളക്കിയിടേണ്ട കാര്യം ഓൾറെഡി ഈ ചിന്തേര് പൊടിക്ക് വരുന്നില്ല. വെള്ളം നനഞ്ഞില്ലെങ്കിൽ ഈ കോഴികൾ തന്നെ ചിക്കിച്ചകഞ്ഞ് ഇതിങ്ങനെ ഇതായിട്ട് തന്നെ ഈ കട്ടയാകാതെ തന്നെ കോഴികൾ തന്നെ നോക്കിക്കോളും. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു രീതി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.